പച്ചയായ ജീവിതത്തിൽ ഓരോരുത്തരും ഓരോ അനാഥ ജീവിയാണ്. പച്ചയായ ജീവിതത്തിൽ ഓരോരുത്തരും ഓരോ അനാഥ ജീവിയാണ്. ഇത് കേട്ടിട്ടുള്ള വാക്കാണല്ലോ. അതാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മഹാനായ എഴുത്തുകാരൻ്റെ വളരെ ലളിതമായ വാക്കുകളിലൊന്നാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ വാക്കുകളിലും വളരെ ലാളിത്യം നിറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരങ്ങൾ. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അടുത്ത സമയത്ത് ഞാൻ വായിച്ചത്, അതായത് ഒരു ഊണിന് 1.25 അണയാണ്. അപ്പോൾ ഒരു പുസ്തകത്തിനും 1.25 അണ പുള്ളി ഈടാക്കിയിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഊണ് കഴിക്കണം, അതാണ് മസ്റ്റ്. അപ്പോൾ ഒരു ദിവസം ഒരു പുസ്തകം ഒരിടത്ത് കൊണ്ടു കൊടുത്ത കടകളിലെ വീടുകളിലൊക്കെ കയറി ഇറങ്ങും. അപ്പോൾ അവർ 1.25 അണയ്ക്ക് പുസ്തകം വാങ്ങും. ഇതിന് 5 മിനിറ്റോ 6 മിനിറ്റോ ദൈർഘ്യം ഉണ്ടാവുള്ളൂ ഇത് വായിച്ച് തീരാൻ. ഈ പൈസയൊക്കെ മേടിച്ചിട്ട് പുള്ളി അവിടെ തന്നെ നിൽക്കും അത്രേ. എന്നിട്ടത് വായിച്ച് തീരുമ്പം ചോദിക്കും, എന്നാ പുസ്തകം കൊണ്ടുപോയിക്കോട്ടെ എന്ന്. കാര്യം വായിച്ചിരുന്ന പിന്നെ അത് വെക്കൂലല്ലോ. അങ്ങനെ 6-7 ഇടത്ത് അത് കൊണ്ടു കൊടുത്ത് ജീവിതം കണ്ടെത്തിയിരുന്ന കഥകളും അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം എൻ്റെ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഈ പറഞ്ഞതുപോലെ വൈക്കം മുഹമ്മദ് ബഷീറിനെ ഓർക്കാനും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണിത്. ഓർമ്മ ദിനമാണ്. അതുകൊണ്ടുകൂടിയാണ് വായന വാരാചരണമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കൂടിയുള്ള നിങ്ങൾ ഈ പോയ വായനാ വാരാചരണവുമായി ബന്ധപ്പെട്ട കാലത്ത് അടുത്ത് വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ മനോഹരമായ പുസ്തകങ്ങളെക്കുറിച്ച് പറയാം. ഒപ്പം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സവിശേഷമായ ശൈലികളോ അല്ലെങ്കിൽ പ്രയോഗങ്ങളോ അതുമായി ബന്ധപ്പെട്ട പ്രത്യേകതകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ നമുക്ക് ഇന്നത്തെ ദിവസം സംസാരിക്കാം. എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത സമയത്തൊന്നും ആൾക്കാർ അധികം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യത. വായിച്ചിട്ടുണ്ടാവുന്നത് കൂടുതൽ തന്നെ ചോദിക്ക്, നിങ്ങൾ ഈ അടുത്ത സമയത്ത് യൂട്യൂബിൽ കണ്ട ഏറ്റവും വലിയ റീൽസ് ഏതാണെന്ന് ചോദിക്കും. അങ്ങനെയല്ല, ഇതിനകത്ത് 2 തരത്തിലുണ്ട്. ഇപ്പം ഞാൻ യൂട്യൂബിൽ വായിച്ചോ അല്ലെങ്കിൽ നേരിട്ട് പുസ്തകം കൈകൊണ്ടെടുത്ത് വായിച്ചോ എന്നുള്ളതല്ല. വായന ഏതായാലും റീഡിങ് ആയാലും മതി, അല്ലെങ്കിൽ സൗകര്യപ്രദമായ രീതിയിൽ. ഇപ്പം നമ്മൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ചിലരെയൊക്കെ കണ്ടിട്ടുണ്ട്, ഈ എസ്പെഷ്യലി ഫോറിനേഴ്സും പിന്നെ ഇപ്പം അല്ലാത്തവരും ഒക്കെ ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാബിനകത്ത് ലൈബ്രറി അവർ ആക്സസ് ഈ ബുക്സ് ഉണ്ട്. അതിൽ നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ബുക്ക് ഡൗൺലോഡ് ചെയ്ത് ഫ്ലൈറ്റിൽ കയറുന്നു, ടാബ് വെച്ചിട്ട് വായിക്കുന്നു. അപ്പോൾ വായിക്കുമ്പം അതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ടാബിൽ വെച്ചിട്ട് വായിക്കുമ്പോൾ ഇപ്പോൾ ഫ്ലൈറ്റിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ മലയാള പുസ്തകത്തിലെ ചിലതൊക്കെ വളരെ കുഞ്ഞക്ഷരങ്ങൾ, അപ്പോൾ ഇത് വായിക്കുന്നതിന് കാഴ്ചയ്ക്കൊക്കെ പ്രശ്നമുണ്ട്. പക്ഷെ മറ്റേത് കുറച്ചുകൂടെ ഗ്ലോ ചെയ്യുമല്ലോ, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വലുതാക്കാം, അങ്ങനെയൊക്കെയുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വായിക്കുന്നവരുണ്ട്. അങ്ങനെ വായന വലിയ രീതിയിൽ മരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയില്ല. ലൈബ്രറി പ്രവർത്തകർ കേൾക്കുന്നവരുണ്ടാവും, അതോടൊപ്പം തന്നെ പിന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുണ്ടാവും. നിങ്ങൾക്കൊക്കെ ഇന്ന് അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയാം. ഒപ്പം കാലമേറെ കഴിഞ്ഞിട്ടും ഇന്നും ഒരു സാധാരണക്കാരൻ മുതൽ, സാറിന് ഇപ്പോൾ എഴുത്തുകാരുടെ ഒരു കാലഘട്ടത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തെ പോലെ ഡിജിറ്റൽ ലോകത്ത് നിന്ന് എഴുതിയവരല്ല, അനുഭവങ്ങളിൽ നിന്ന് എഴുതിയവരല്ല. അപ്പോൾ അത്തരം നേരിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് എഴുതി വളരെ ലളിതസുന്ദര മനോഹരമായ പദങ്ങളിലൂടെ വാക്യങ്ങളിലൂടെ ഒക്കെ ഒരുപാട് ലോകതത്വങ്ങൾ, ഇപ്പോൾ പാത്തുമ്മയുടെ ആടായാലും മുച്ചിട്ട് കളിക്കാരൻ്റെ മകളായാലും അത്തരം പിന്നെ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ അത്തരം സംഗതികളെയൊക്കെ ജീവിതാനുഭവങ്ങളിൽ കണ്ട സാധാരണ മനുഷ്യരും സാധാരണ ജീവികളുമൊക്കെയായി ബന്ധപ്പെടുത്തി വളരെ മനോഹരമായി എഴുതിയ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മദിനം, പിന്നെ വായനയെക്കുറിച്ച് ഒക്കെ നിങ്ങൾക്ക് സംസാരിക്കാം. ഒപ്പം നിങ്ങൾ വായിച്ചു തീർന്ന പുസ്തകങ്ങളുണ്ടെങ്കിൽ എൻ്റെ വായനശാലയ്ക്ക് കൈമാറുകയും ചെയ്യാം കേട്ടോ. അതെ അതെ. ഹലോ പക്ഷെ ഒരു കുഴപ്പമില്ല, കേൾക്കുന്നതിന് ധൈര്യമായിട്ട് പറഞ്ഞോളൂ. പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറിനെ ആരാ മറക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഭാഗമല്ലേ. അതെ, ഇപ്പോഴത്തെ അതൊന്നും അറിയത്തില്ല. പണ്ട് പാത്തുമ്മയുടെ ആടും മറ്റേ ചില ചാമ്പയ്ക്ക പഠിച്ചതും മറ്റേ ആ കഥയൊക്കെ ഇല്ല, ജീവിതചരിത്ര അതൊക്കെ അതേപോലെ നമുക്ക് ജീവിക്കാൻ പറ്റൂല്ല. നമ്മുടെ മക്കൾ ജീവിക്കുന്നുണ്ട്. അതെ, ആ ഓർമ്മയൊക്കെ എന്നും നമ്മുടെ മനസ്സിന്റെ പഴയ മനസ്സിലേക്ക് എന്നും അത് ഓർമ്മ പോലെ നിൽക്കും. അതെ, പഴയ മനസ്സിൽ മാത്രമല്ല പുതിയ മനസ്സിൽ അത് ഓർമ്മയായി നിൽക്കണം. കാരണം എഴുത്തുകൾ ഒരിക്കലും മരിക്കുന്നില്ല. ഇപ്പോഴത്തെ മനസ്സിൽ പിള്ളേർക്ക് പറ്റുന്നില്ല. കാരണം വെച്ചാൽ അവരിപ്പോ മൊബൈലും മറ്റേക്ക് അവര് വേറെ രീതിയിലാണ്. അതെ അതെ, പുതിയ ലോകത്തിലാണ് അവർ അല്ലേ. നമ്മൾ പഴയ ജീവിതം നമ്മൾ കൊണ്ടിരുന്നത് അതാ നമ്മൾ ഓർക്കുന്നത്. അല്ല, അതിലൊരു വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെയും അതുപോലെയുള്ള ആളുകളുടെയും ഒക്കെ എഴുത്തിലുള്ള ഒരു വേറൊരു പ്രത്യേകത. അതേപോലെ പാത്തുമ്മ ജീവിച്ച ജീവിതത്തിലായിരുന്നു സ്വന്തം പെങ്ങളെ പറ്റി എഴുതി കഥാപാത്രം എങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടുവന്നു.
അതെ, ഒരു ചാമ്പൊക്കെ വെച്ച് സ്കൂളിൽ കൊണ്ടുപോയി അതുകൊണ്ട് വിൽക്കുന്നത് ചെയ്തു. ഒരു നിഷ്കളങ്കത തുളുമ്പിയ കഥാപാത്രങ്ങളും കഥകളുമായിരുന്നു അദ്ദേഹത്തിന്റെ അല്ലേ? അതിലൊരു ജീവിതം തന്നെ അങ്ങനെയായിരുന്നു. അതെ അതെ, സന്തോഷം. എന്നിട്ട് അതൊക്കെ നമുക്ക് ഓർക്കാൻ പറ്റുന്നില്ല. ഓർക്കാൻ വെച്ചാൽ ഇപ്പൊ ഓർക്കുമ്പോൾ നമുക്കൊക്കെ സങ്കടം കഴിഞ്ഞു പോകും നമ്മളെപ്പോഴായി. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർ അതൊക്കെ കേട്ട് ചിരിക്കല്ലാതെ ഒന്നും പറ്റില്ല. ഓക്കെ, കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത കൂടി ആ കഥകളിൽ സന്നിവേശിക്കപ്പെട്ടു. ബഷീറിനെ എന്നും വായിക്കുന്നുണ്ടാവും. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളൊക്കെ ഇപ്പോൾ ആ സൂഫി ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു ഊരുദണ്ഡിയായി നാട് മുഴുവൻ സഞ്ചരിച്ചിരുന്ന ഒരു കാലത്തെക്കുറിച്ചൊക്കെ ഏതെങ്കിലുമൊക്കെ സമ്മർദ്ദഭാവങ്ങളുടെ അവസ്ഥയിലോ ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ മനുഷ്യൻ ആഗ്രഹിച്ചു പോകാറുണ്ടാവും. അതെ, അങ്ങനെ ഒരു യാത്ര പോകണം, ബാധ്യതകളെല്ലാം എവിടെങ്കിലും ഇറക്കി വെച്ച് ഇങ്ങനെ ചുറ്റുപാടുകളെ കണ്ട് ആളുകളെ കണ്ട് മനുഷ്യരെ കണ്ട്. ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയൊക്കെ ഒരു രചനാ ശൈലിയിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, വെറുതെ അങ്ങ് നക്ഷത്രം മിന്നുന്ന ക്ഷീരപഥങ്ങളിലേക്കും ആകാശചന്ദ്രനപ്പുറത്തേക്കും നോക്കി നിൽക്കുന്ന വെറുമൊരു സ്വപ്നം കാണലല്ല. സാഹിത്യത്തിന്റെ ഭാവനാലോകത്തിലൂടെ സഞ്ചരിക്കുന്നതിനേക്കാൾ ഉപരിയായി യാഥാർത്ഥ്യങ്ങളുടെ നിസ്വാർത്ഥ ലോകത്തിലൂടെ സഞ്ചരിച്ച എഴുത്തുകാരനാണ്. സിമ്പിൾ, വളരെ വളരെ ഇതാണ്. അതായത് തുറന്നെഴുത്തുകാരനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഹലോ, എനിക്കും അതേപോലെ യാത്ര പോകണമെന്ന് ആഗ്രഹം. സൂഫികരിയന്മാരുടെ കൂട്ട് ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ എഴുതി എന്റെ കയ്യിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വെച്ച് വായിക്കുക. ഇനി എത്ര നോവലുകൾ വന്നാലും ഇപ്പം ആരുടെ വന്നാലും ഞാൻ എന്നാലും ബഷീറിന്റെ ആ ഒരു സാറ് പറഞ്ഞു ശരി, എപ്പോഴും ഇടയ്ക്കൊരു ടെൻഷൻ വരുമ്പോൾ എടുത്തു വെച്ച് വായിക്കും. എനിക്ക് ഏറ്റവും വലിയ ഒരു ആഗ്രഹം അദ്ദേഹം യാത്ര ചെയ്തപോലെ എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഒരു സഞ്ചിയൊക്കെ തൂക്കിയിട്ട് ഇങ്ങനെ പോകും, ആർക്കും ശല്യമില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഭാവം ഇപ്പൊ താങ്കൾ പറഞ്ഞത്. ഞാനിപ്പോ ഇതിലൂടെ പറയാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ എപ്പോഴും മനസ്സുകൊണ്ട് ആഗ്രഹിക്കാറുണ്ട് അങ്ങനെ ഒരു കാണാനായി, ലോകം കാണാൻ, ഈ മനുഷ്യരെ. അന്നത്തെ കാലത്ത് ഈ ഷോക്കെ ആയിരുന്നു. ഇന്നത്തെ കാലത്ത് എങ്ങനെ പോകാൻ പറ്റും? ഇപ്പൊ അല്ലേടരെ പോലെയോ എന്നെ പോലെയോ അല്ലെങ്കിൽ മറ്റാരെ പോലെയോ ഉള്ള ഒരാളും അത്തരത്തിലൊരു യാത്രയ്ക്കൊന്നും തയ്യാറാകും. ഒരു 2 മാസം 3 മാസം സമയം കണ്ടെത്താമെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് യാത്ര പുറപ്പെട്ട് നടന്ന് ഈ പറഞ്ഞതുപോലെ ഒരു മനസ്സ് മതി. പക്ഷെ അവിടെയും അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രത്യേക സ്ഥായിയായ ഒരു ലക്ഷ്യമൊന്നും വെച്ചിട്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ സഞ്ചാരം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ലക്ഷ്യങ്ങൾ വെച്ചിട്ട് സഞ്ചരിക്കും. ലക്ഷ്യം ഉണ്ടായിക്കോട്ടെ ഇല്ലാതായിക്കോട്ടെ, പക്ഷേ നമ്മൾ അങ്ങനെ സഞ്ചരിക്കുന്ന യാത്രകൾക്കിടയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യർ, പോകുന്ന സാഹചര്യങ്ങൾ, കാണുന്ന ആളുകൾ, അവരുമായിട്ടുള്ള ബന്ധപ്പെടുന്ന ആ ഒരു സംഗതി, ഇതിനേക്കാളൊക്കെ ഉപരി അങ്ങനെ ഒരു തുറന്ന വീതിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എനർജി ഫ്ലോ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതിനൊക്കെ നമ്മൾ ഒരു വലിയ പരിത്യാഗിയായിരിക്കണം. ഒരുപാട് കാര്യങ്ങൾ ത്യജിക്കേണ്ടിയിരിക്കുന്നു. അപ്പുറത്തേക്ക് ഇന്ന് നമുക്ക് കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒട്ടനവധി ബന്ധങ്ങളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. ഇതിനെയൊക്കെ നമുക്ക് ഒറ്റയടിക്ക് ത്യജിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യം. അങ്ങനെ ത്യജിച്ചിട്ട് പോയാൽ ഈ അന്നത്തെ കൂട്ട് ബഷീർ, മുഹമ്മദ് ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് അഭിമാനത്തോടെ ആരും പറയില്ല. അനിൽ മുഹമ്മദ്, എൻ്റെ പൊന്നു, അവന് ഇത്രയും വലിയ സാധ്യതയൊക്കെ കണ്ടിട്ട് അതെല്ലാം കളഞ്ഞിട്ട് പോടാ, എന്തോ ഒരു പരിപാടി എന്ന് പറയും. വ്യത്യസ്ത ഭാവങ്ങളിലൂടെയുള്ള ഈ മനുഷ്യ സഞ്ചാരം ഉണ്ടല്ലോ, അതെപ്പോഴും വളരെ പ്രത്യേകതയുള്ളതാണ്. ആ സഞ്ചാരങ്ങൾ അല്ലെങ്കിൽ അത്തരം ചിന്തകൾ, ചുറ്റുപാടുകളിൽ കറങ്ങിത്തിരിഞ്ഞ മനസ്സ്, ചിതലിനെ നോക്കുന്ന മനസ്സ്, ആടിനെ നോക്കുന്ന മനസ്സ്, മൂർഖനെ നോക്കുന്ന മനസ്സ്, എന്തോ ഒരു മനുഷ്യനായിരുന്നു. മൂർഖനെയൊക്കെ നമുക്ക് നോക്കാം, അത് നമ്മുടെ മനസ്സിന്റെ ചിന്താഗതി. ഇഷ്ടംപോലെ സൗകര്യാർത്ഥം നോക്കാം. ഹലോ, പറയൂ. ഞാൻ കരുനാപ്പള്ളി ആവനാട്ടിന്ന് വിളിക്കുകയാണ്. ഞാൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ധാരാളം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. എനിക്കിപ്പോ കുറച്ച് പ്രായമായി, 77 വയസ്സായി. പറയൂ അമ്മ, എന്തൊക്കെയാണ് അങ്ങനെ വായിച്ചപ്പോൾ ഉണ്ടായ ഒരു? അദ്ദേഹത്തിന്റെ എന്റെ ഉപവായിക്കത് നടണ്ടായിരുന്നു, അത് വായിച്ചിട്ടുണ്ട്. വായിച്ചിട്ടുണ്ട് അങ്ങനെ. പിന്നെ അദ്ദേഹത്തിന്റെ ഞാൻ ഒത്തിരി ധാരാളം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മതിലുകളായിരുന്നു. ഇഷ്ടപ്പെട്ടെന്നാൽ എല്ലാ വിഷയമായിരുന്നു, എങ്കിലും മതിലുകളായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. കഥാപാത്രങ്ങളൊക്കെ എന്റെ മനസ്സിൽ ഇപ്പോഴും മാറാതെ നിൽക്കുന്നുണ്ട്. പിന്നെ ബാല്യകാലി സാഹിയൊക്കെ ഞാൻ വളരെ ചെറുപ്പത്തിലേ വായിച്ചതാണ്.
എനിക്കിപ്പോ ഒത്തിരി പ്രായമായി സുഖമില്ല, നടക്കാനൊക്കെ ഇരിക്കും. ഞാൻ പലവട്ടം ഇതിൽ ഒത്തിരി പ്രായമൊന്നും ഇല്ല, 77 വയസ്സ്. അതെ. ഇപ്പം നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇരിക്കുകയാണ്. ഇപ്പൊ ഞാൻ വായിക്കുന്നുണ്ട്. 24,000 പുസ്തകത്തിൽ കൂടി ഞാൻ ഗർഭം തൊട്ട് വായിച്ചിട്ടുണ്ട്. ഒരു വായനക്കാർ ഉണ്ടോ? അത് ഞാന് വീട് എവിടെയാന്നാ, അമ്മയുടെ വീട് എവിടെയാന്നാ പറഞ്ഞ? എന്റെ വീട് ആദ്യനാണ് നമ്മുടെ കുലശേഖരപുരം സ്കൂളിന്റെ തെക്കുവശത്ത്. ഓക്കെ ഓക്കെ, ഞാൻ വരുന്നുണ്ട്. എനിക്ക് കാണാനായിട്ട് ഞാൻ അങ്ങോട്ട് വരാം ഒരു ദിവസം, ഇതിനിടയിൽ. അല്ലാതെ ഞാൻ പലവട്ടം വിളിച്ചിട്ടുണ്ട്. അന്ന് പണ്ട് നമ്മുടെ വൃത്താന്തത്തിന്റെ രാത്രി 12 മണിക്ക് ഞാൻ ആ സമയം പറയാൻ വിളിച്ചായിരുന്നു. അതിന് പലവട്ടം ഞാൻ വിളിച്ചുള്ളൂ. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് ഞാൻ എന്റെ മോടെ വീട്ടില. അത് കല്ലടി കൊല്ലക. എന്നെ കൊണ്ടുപോയി റേഡിയോ ഞാനിപ്പോ കേട്ട്. വൈക്കം വെച്ചിട്ട് ഓർമ്മ ദിനമായിരുന്നു. അപ്പൊ അതിനെ പറ്റി സംസാരിച്ചപ്പോ ഞാൻ കേട്ട്. അപ്പൊ വിളിച്ചതാണ്. വിളിക്കണം തോന്നി. എന്തായാലും പെട്ടെന്ന് കിട്ടുകയും ചെയ്തു. സന്തോഷം. അതാണ് നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അത് കൃത്യമായി നടക്കപ്പെടുമെന്നല്ലേ അമ്മേ? രഘുനന്ദൻ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ആ സമയം. അതെ, ആ നിങ്ങൾ പറഞ്ഞ സർപ്രൈസ് പറഞ്ഞു തുടങ്ങാനുള്ള സമയം. സർപ്രൈസ് പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, പൊതുവിൽ ഇപ്പം ഞാൻ എൻ്റെ ഭാര്യയെ പൊന്നേന്ന് വിളിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പൊന്നിന് ഭയങ്കര വില കൂടുതലാണ്. എൻ്റെ മാത്രം അവസ്ഥ. അങ്ങനെ നമ്മളങ്ങനെ വിളിച്ച് ഓർമ്മപ്പെടുത്തി പോയി കഴിഞ്ഞാൽ പൊന്നു വേണമെന്ന് ആവശ്യപ്പെട്ടാൽ വലിയ ബുദ്ധിമുട്ട്. അത് മാത്രമല്ല, നിങ്ങളെ വിളിക്കാറുണ്ടോ പൊന്നു മോനെ? അങ്ങനെ വിളിക്കാറില്ല. അത് മാത്രമല്ല, ഇത് എൻ്റെ മാത്രം അവസ്ഥയില്ല, നാട്ടിലുള്ള മിക്ക ഭർത്താക്കന്മാരുടെ അവസ്ഥ. ഭാര്യമാരെ പൊന്നേന്നൊന്നും വിളിക്കാറില്ല. പക്ഷേ നമുക്ക് അവരെ പൊന്നേന്ന് വിളിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്താലും. പൊന്നേന്ന് അങ്ങോട്ട് വിളിക്കാൻ, ഭാര്യയെ വിളിക്കാൻ, നല്ല കാര്യം. അതായിക്കോട്ടെ. സർപ്രൈസ്. എപ്പോഴും ആ നല്ല കാര്യങ്ങൾ ഇങ്ങനെ, ഞാൻ കഴിഞ്ഞ ദിവസം എന്തൊരു റീൽസിൽ പറഞ്ഞ പോലെ, കുറ്റം പറയാനും കുറവ് പറയാനും മോശം പറയാനും എല്ലാവർക്കും ഭയങ്കര മത്സരമാണ്. എപ്പോഴും നമ്മൾ പറയാറ്. എന്നാൽ സ്നേഹം പറയാനും ഇഷ്ടം പറയാനും നല്ലത് പറയാനും ഭയങ്കര മടിയാണ്, കേൾക്കാനും മടിയാണ്. ഇപ്പൊ രഘുനന്ദനോട് ഞാൻ പറയാണ്, നിങ്ങളെന്ത് രാവിലെ നല്ല ചുള്ളനായിട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇളക്കാന്ന്, അത് കേൾക്കൂല. അതേസമയം നിങ്ങളെന്തൊരു ബോറാ ഇന്ന് കാണാൻ എന്ന് ഞാൻ പറഞ്ഞാൽ ഞങ്ങളൊന്നും മിണ്ടാതെ നിൽക്കും. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ ശരത്തിനോട് പറയും പുള്ളി വന്നേക്കുന്നു, പുള്ളി മാത്രം അങ്ങ് നല്ലതാണ്, ഞാനങ്ങ് ബോറാ അപ്പൊ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ലത് റിസീവ് ചെയ്യൂല, നെഗറ്റീവ് പെട്ടെന്ന് റിസീവ് ചെയ്യും. അതിന് എല്ലാത്തിനും എപ്പോഴും നമ്മൾ ഒരേ ഭാവമാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ നെഗറ്റീവിന് ഒരേ ഭാവമാണ് കൊടുക്കുന്നത്, പോസിറ്റീവിന് ഒരേ ഭാവമാണ് കൊടുക്കുന്നത്. പൊന്നേന്ന് വിളിപ്പിക്കാൻ പോകും. പൊന്നേന്ന് എല്ലാവർക്കും ഒന്ന് വിളിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും. എന്റെ വായനശാലയുടെ നേതൃത്വത്തിൽ വായനാദിന വാരാചരണവും ഒപ്പം ബഷീറിന്റെ ഓർമ്മദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സവിശേഷമായ ഭാര്യയെ പൊന്നേന്ന് വിളിക്കാനുള്ള, അങ്ങനെ ഭാര്യയെ പൊന്നേന്ന് വിളിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു. അത് വിളിച്ചു പോയാൽ നിങ്ങൾക്ക് ഇനി സ്വർണം ഇല്ലാതെ സ്വർണം വാങ്ങി കൊടുക്കേണ്ടി വരുമെന്നൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ ആ ടെൻഷൻ നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റി വെക്കാം. നിങ്ങൾ സ്വർണം കൊടുക്കുവോ? യെസ്, നമ്മൾ കൊടുക്കും സ്വർണം. അങ്ങനെ കൊടുക്കുവോ? നമ്മൾ കൊടുക്കും സ്വർണം. ഞാനല്ല, നമ്മൾ കൊടുക്കും സ്വർണം. ഒന്നല്ല, 4 സ്വർണ്ണ നാണയങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 4 സ്വർണ്ണ നാണയങ്ങൾ. ഇത് വെറുതെ പറഞ്ഞല്ല, സംഭവം നമ്മുടെ ദേശീയ വായനാ ദിനാചരണവും അതുപോലെ തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മ ദിനവും അനുബന്ധിച്ച് നമ്മളൊരു ഒരു മത്സരം സംഘടിപ്പിക്കുന്നു. മത്സരം എന്ന് പറയുന്നത് നന്നായിട്ട് വായിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രേമലേഖനം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം. അത് മനോഹരമായി വായിച്ച്, ആ കത്ത് വായിച്ച് മനോഹരമായി കത്ത് വായിച്ച് അയക്കുക. നിങ്ങളുടെ മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ട് അത് നമുക്ക് വാട്സപ്പ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഡ്രസ്സ് കൂടി അതിനോടൊപ്പം അയക്കുക. ആ കത്ത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. കത്ത് നമുക്ക് അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വായിച്ചു കൊടുക്കാം, ഓരോന്നോരോന്ന് വായിച്ചു കൊടുക്കാം. പിന്നെ അടുത്തത്, ഇദ്ദേഹം തന്നെ മറ്റൊരു കൃതിയിൽ ഭയങ്കര ഹൃദ്യമായി ഒരു പ്രിയപ്പെട്ട കാമുകരും തമ്മിലുള്ള ഒരു സംഭാഷണം എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു വളരെ മനോഹരമായ വാക്കുകളാണ്. ആ വാക്കുകൾ നിങ്ങൾ ഭാര്യയും ഭർത്താവോ അതല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിലോ ആണും പെണ്ണും തമ്മിൽ 2 പേരൂടെ പറഞ്ഞ് മനോഹരമായി ഞങ്ങൾക്ക് അയച്ചാൽ അതിനുമുണ്ട് സ്വർണ്ണ നാണയം സമ്മാനം. അത് സാറാമ്മയുടെയും കേശവൻ നായരുടെയും മനോഹരമായ ആ പ്രണയകഥ അല്ലെങ്കിൽ ആ ഒരു കത്ത് ഇന്നും എന്നും മലയാളിയുടെ മനസ്സിൽ, വായിച്ചിട്ടുള്ളവരുടെ മനസ്സിലും വായിക്കാത്തവരുടെ മനസ്സിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാചകമാണ്. അത്രമേൽ ഹൃദ്യമായിട്ടാണ് കേശവൻ നായർ സാറാമ്മയെ പ്രണയിക്കുന്നത്. അതെ. അന്ന് ബഷീറിന്റെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ ബഷീറിന് അങ്ങനെ ഒരുപാട് അഭ്യാസങ്ങളുണ്ട് ഉണ്ടായിരുന്നു. അതൊക്കെ കാണിക്കായിരുന്നു. കേശവൻ നായർക്ക് ഇവരെ പ്രേമിക്കായിരുന്നു, മജീദിന് അപ്പുറത്തേറി പ്രേമിക്കായിരുന്നു. ഒരു പ്രശ്നമൊന്നുമില്ല. ബഷീറിന്റെ മനസ്സുകളിലൊന്നും ഒരു പ്രശ്നം. ഇന്ന്
ഒരു സുഹൃത്ത് ഈ പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറിനെ കാണാൻ പോയ ഒരു സംഗതി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലിവര് രാജൻ ഒരു 3-4 പേരാ പോകുന്നത്, വ്യത്യസ്ത ജാതിയിലും മതത്തിലും. ബഷീർ ആസ്മ കൊണ്ട് ഇങ്ങനെ കമന്ന് കിടക്കുകയാണ്. അപ്പൊ ഉണർന്നിട്ട് എല്ലാവരുടെ ഓരോരുത്തരടുത്തും പേരെന്തോ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, മറ്റൊരിടത്തും അള്ളാഹു അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. ഇപ്പൊ അല്ലാതെ ഇപ്പോഴത്തൊക്കെ ആണെങ്കിൽ അതിന് ഓരോരോ ജാതിക്കാരോട് ഓരോ തരത്തിൽ പറയാം. ബഷീറിന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. അതെ, അതാണ് എൻ്റെ പ്രത്യേകത. അപ്പം നമുക്ക് ഇദ്ദേഹത്തിൻ്റെ മനോഹരമായ പ്രേമലേഖനത്തിലെ വാക്കുകളൊന്ന് വായിച്ചേ കേൾക്കട്ടെ. വായിച്ചേ കേൾക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സാറാമേ, ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമയോടുള്ള പ്രേമത്താൽ കഴിയുകയാണ്. സാറാമയോ ഗാഢമായി ചിന്തിച്ച് മധുരോദാരമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമയുടെ കേശവൻ നായർ. ഓ, ഭയങ്കര ഭാവതീവ്രത. ഈ ഭാവതീവ്രതയല്ല, ഇതിനേക്കാൾ മനോഹരമായ ഭാവതീവ്രതയോടുകൂടി നിങ്ങൾക്കിത് വായിക്കാൻ കഴിയുമെങ്കിൽ, ഈ കത്ത് വായിക്കാൻ കഴിയുമെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് ഞങ്ങളുടെ വാട്സാപ്പിലേക്ക് അയക്കുക. ഒപ്പം നിങ്ങളുടെ മേൽവിലാസം കൂടി വെക്കുക. ഏറ്റവും മികച്ച 2 കത്ത് വായനക്കാർക്ക് ഉറപ്പായും 2 സ്വർണ്ണ നാണയം സമ്മാനം. ഇത് നമുക്ക് വേണ്ടിയിട്ട് സമ്മാനം തരുന്നത് ആരാണെന്ന് അറിയട്ടെ? അതുകൂടെ പറഞ്ഞേക്കാം. ലിവിഡസ് ഫാർമസ്യൂട്ടിക്കൽസ് ആണ് ഈ സമ്മാനം നമുക്ക് വേണ്ടി തരുന്നത്. ഇതുകൊണ്ട് തീർന്നില്ല, ഇനിയും മനോഹരമായ മറ്റൊരു വാചകം കൂടിയുണ്ട്. അതായത് ബഷീറിൻ്റെ മനോഹരമായ കൃതികളിൽപ്പെട്ട ഒരു വാക്കാണ്, ആ പൂവ് നീ എന്തു ചെയ്തു? ഏത് പൂവ്? രക്തനക്ഷത്രം പോലെ കടും ചുവപ്പായ ആ പൂവ്. ഓ, അതോ? അതെ, അതെന്തു ചെയ്തു? അതെ, ഇതിനകത്ത് കുത്തിയാലേ അത് കറക്റ്റായിട്ട് കേൾക്കുള്ളൂ. അങ്ങനെ കുത്തിയിട്ട് കേൾപ്പിക്കുമ്പോൾ അത് കട്ടായി പോകുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വായിക്കാം തൽക്കാലം. നമുക്ക് ആ പൂവ് നീ എന്ത് ചെയ്തു? ഏത് പൂവ്? രക്തനക്ഷത്രം പോലെ കടും ചുവപ്പായ ആ പൂവ്. ഓ, അതോ? അതെ, അതെന്തു ചെയ്തു? തിടുക്കപ്പെട്ട് അന്വേഷിക്കുന്ന എന്തിന്? ചവിട്ടിയരച്ച് കളഞ്ഞോ എന്നറിയാൻ. കളഞ്ഞെങ്കിൽ എന്ത്? ഓ, ഒന്നുമില്ല, എൻ്റെ ഹൃദയമായിരുന്നു അത്. ഈ ഡയലോഗും അല്ലെങ്കിൽ ഈ ഒരു വാചകവും നിങ്ങൾക്ക് 2 പേർക്ക് ഡ്യുവറ്റാണ്. സ്ത്രീക്കും പുരുഷനും, ഭാര്യയ്ക്കും ഭർത്താവുമാവാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ തമ്മിലാവാം. എങ്ങനെയായാലും ഈ ഡയലോഗ് വിതൗട്ട് മ്യൂസിക്, ഒരു മ്യൂസിക്കും പാടില്ല. നിങ്ങൾ മറ്റു ഒരു സ്റ്റുഡിയോകളിലോ മറ്റ് റെക്കോർഡിംഗ് ഉപകരണങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. നാച്ചുറലായിട്ട് നിങ്ങളുടെ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് ആ റെക്കോർഡാണ് ഞങ്ങൾക്ക് അയച്ചു തരേണ്ടത്. ആ അയച്ചു തരുന്ന റെക്കോർഡിൽ നിന്ന് ഏറ്റവും മികച്ചതിന്, ഇതിനും ഏറ്റവും മികച്ച 2 പേർക്ക് 2 സ്വർണ്ണ നാണയം സമ്മാനമായി. അതാ ഞാൻ പറഞ്ഞ ധൈര്യത്തിൽ ഇനി പൊന്നേന്നൊക്കെ വിളിക്കാം. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പറും വിലാസങ്ങളും ഒക്കെ ഇനി പ്രൊമോയിൽ പിന്നീട് പറയും. അതെ, അത് കേട്ടിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഇതിനൊരു ഒരാഴ്ച കാലത്തെ സമയദൈർഘ്യമുണ്ട്. ആ സമയത്തിനകത്ത് ഇത് അയച്ചാൽ മതിയാവും. ഇതിനാകെയുള്ള 1-2 നിബന്ധനകളെന്ന് പറഞ്ഞാൽ, ഇതുപോലെ റെക്കോർഡ് ചെയ്ത് വേറെ മറ്റ് റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിലോ മറ്റൊന്നിലും റെക്കോർഡ് ചെയ്ത് അയക്കരുത്. മ്യൂസിക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള സംവിധാനങ്ങളുണ്ട് നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ലോകത്ത് എവിടെ ഇരുന്ന് എൻ്റെ റേഡിയോ കേൾക്കുന്ന ആൾക്കും ഇത് അയക്കാവുന്നതാണ്. അക്കാര്യത്തിൽ യാതൊരു ഇതുമില്ല. അതുപോലെ തന്നെ എൻ്റെ റേഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാൾക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ യാതൊരുവിധ അർഹതയും ഉണ്ടായിരിക്കുന്നതല്ല. അതേപോലെ തന്നെ ഒരു നമ്പറിൽ നിന്ന് 1-ൽ കൂടുതൽ സാധനങ്ങൾ അയക്കാൻ പാടില്ല. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇത് ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ നിന്ന് അയച്ചാലും ഇത് നിങ്ങൾ അയക്കുമ്പോൾ ഒരു കാര്യം വേണ്ടത്, നിങ്ങൾ സമ്മാനാർഹരാണെങ്കിൽ നിങ്ങൾ ആ സമ്മാനം വാങ്ങാനായി നേരിട്ടെത്തേണ്ടി വരും. അതെ, ഉറപ്പായും. അല്ലാതെ നമ്മൾ ആ വെക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നമ്മളൊരു അയോഗ്യതയായി പരിഗണിച്ച് അവരെ അതിൽ നിന്ന് ഒഴിവാക്കുന്നതായി. തീർച്ചയായിട്ടും. കാരണം അത് നേരിട്ട് വന്ന് വാങ്ങുക എന്നുള്ളത് നമ്മുടെയും കൂടെ ആവശ്യമാണ്. അതെ. അപ്പോൾ നേരിട്ട് വന്ന് വാങ്ങണം. ഇത് സമ്മാനങ്ങൾ, ഈ 4 സ്വർണ്ണ നാണയങ്ങളും നമുക്ക് സ്പോൺസർ ചെയ്യുന്നത് ലിവിഡസ് ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. അപ്പോൾ ഈ ബഷീറിലേക്ക് ബഷീറിൻ്റെ പുസ്തകങ്ങളിലേക്ക്, അല്ലെങ്കിൽ വായനാ ദിനത്തിൽ നിങ്ങൾ ഈ അടുത്ത സമയത്ത് വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് കടന്നു ചെല്ലാം. അതിനെക്കുറിച്ചും നമുക്ക് പറയാവുന്നതാണ്. വൈക്കം മുഹമ്മദ് ബഷീറിനെ നമ്മൾ സ്കൂൾ കാലം മുതലെയാണ് നമ്മളൊക്കെ തിരിച്ചറിയുന്നത്, അല്ലേ? വൈക്കം മുഹമ്മദ് ബഷീറിനെ സ്കൂൾ കാലഘട്ടം മുതലേ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. നമുക്ക് അതിനകത്തൊരു വലിയ സുഖം എന്താന്ന് വെച്ചാൽ, നമുക്കൊരു ഒരു പാസഞ്ചർ എത്തിയിട്ടുണ്ട്. ഹലോ, നമസ്കാരം.
പറയൂ, ആരാണ്? ഓ, സന്തോഷം. പറയൂ വിനോദ്. ഇന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനമാണ്. ഈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ നിലനിൽക്കത്തക്ക തരത്തിലേക്കുള്ള ഒരു ചെറിയ ശ്രമവുമായിട്ടാണ് മൗലാന അബുൽ കലാം ആസാദ് പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിൽക്കത്തക്ക തരത്തിലുള്ള ഒരു നാടകം തിരുവനന്തപുരം സാഹിതി തിയേറ്റേഴ്സ് പുറത്തിറക്കിയിട്ടുണ്ട്. സാഹിതി തിയേറ്റേഴ്സ് ഈ വർഷം ഇറക്കിയ നാടകം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്തമായ ഒരു ചെറിയ നോവൽ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്നത് ശ്രദ്ധേയമായ ഒരു പഴയ നോവലായിരുന്നു. ഇപ്പോഴും ആളുകൾ ആ നോവൽ വായിക്കാറുണ്ട്. ആ നോവലാണ് കേരളത്തിലെ പ്രശസ്തനായ നാടക രചയിതാവ് ഹേമന്ത് കുമാർ അത് നാടക രൂപത്തിലാക്കി. കേരളത്തിലെ പ്രശസ്തനായ രാജേഷ് ഇരളം സംവിധാനം ചെയ്ത ഈ നാടകം ഇന്ന് കേരളത്തിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലേറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ നാടകമാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ. അപ്പോൾ ഈ ഓർമ്മ ദിനത്തിൽ മൗലാന അബുൽ കലാം ആസാദ് പാലിയേറ്റീവ് കെയർ അതിന്റെ ആഭിമുഖ്യത്തിൽ ഓച്ചിറ പരബ്രഹ്മ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ മാസം 13-ാം തീയതി വൈകിട്ട് 7 മണിക്ക് ഈ നാടക ആവിഷ്കരണം അവിടെ ഉണ്ടാകും. ഈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ടിക്കറ്റാണോ നമ്മള് പാലിയേറ്റീവ് കെയറിന്റെ ധനശേഖരണാർത്ഥമാണ് ഇത് നടക്കുന്നത്. ഓ, അപ്പം തീർച്ചയായിട്ടും ഒരു ചെറിയ ഫണ്ട് ഉണ്ടാവും അല്ലേ? ധനശേഖരണാർത്ഥമാണ് ഇത് നടത്തുന്നത്. അത് നമുക്ക് സന്മനസ്സുള്ള ആളുകളിൽ നിന്നും സ്വീകരിച്ചുകൊണ്ടാണ് ഈ നാടകം ആവിഷ്കരിക്കുന്നത്. പുതിയ തലമുറയ്ക്ക് കൂടി ഇത് പകർന്നു നൽകുന്നതിന് വേണ്ടിയാണ് ആസാദ് പാലിയേറ്റീവ് കെയർ ഈ നാടകം ഓച്ചിറ പരബ്രഹ്മ ഓഡിറ്റോറിയത്തിൽ 13-ന് 7 മണിക്ക് വൈകിട്ട് 7 മണിക്ക് അവതരിപ്പിക്കുന്നത്. എല്ലാവരും ഈ നാടകം കാണാനായി ക്ഷണിക്കുന്നു. വിനോദ്ജി, ഇതൊരു നല്ലൊരു സംരംഭമാണ്. കാരണം ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമാകാനും ഒപ്പം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതിയെക്കുറിച്ച് കൃത്യമായ ഒരു തിരിച്ചറിവ് ഉണ്ടാകാനും ഒരു സാധ്യതയുണ്ടാവും പുതിയ തലമുറയ്ക്കൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്നാണ് നമ്മുടെ ഒരു അഭ്യർത്ഥന. മനോഹരമായ ഒരു നാടകമാണ്. നല്ല ഭംഗിയായി എന്ന് പറഞ്ഞാൽ വളരെ ഡെപ്തുള്ള ഒരു സ്റ്റോറിയല്ലേ ഇത്. അതിനെ നാടക രൂപത്തിലാക്കിയപ്പോൾ അത് രണ്ടുപേരും മികവുറ്റ കലാകാരന്മാരാണ്. ഹേമന്ത് കുമാറും രാജേഷ് ഇരളവും നല്ല മികവുറ്റ കലാകാരന്മാരാണ്. അപ്പോൾ വായന ഒരു ശീലമായിട്ട് എനിക്ക് തോന്നുന്നു പല സ്കൂളുകളും അതിനെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അല്ലേ? വായന ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ അത്തരം പ്രോത്സാഹനങ്ങളുണ്ടെന്ന് തോന്നുന്നു. നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് ലൈബ്രറി ഉണ്ടായിരുന്നു. ഒരുപാട് ചുമതലകളൊക്കെ ഉള്ള അധ്യാപകർക്ക് അതിന്റെ കൂട്ടത്തിൽ തരും. വല്ലപ്പോഴും തുറക്കുമായിരിക്കും, കുറ്റം പറയും. പക്ഷെ സംഗതി ഇപ്പൊ അങ്ങ് തുറന്നു വെച്ചായിരുന്നു നമ്മൾ പോയി മലമറിക്കുമെന്ന് ചോദിക്കും. സാറ് ചോദിക്കും തിരിച്ച് ചോദിക്കാന്ന് വെച്ചാൽ എന്തുടാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതൊക്കെ ശരിയാ, അങ്ങനെയൊക്കെ അങ്ങ് പോകും. അത്രയേ ഉള്ളൂ. അപ്പൊ എന്തായാലും എന്റെ റേഡിയോ സംഘടിപ്പിച്ചിട്ടില്ല, എന്റെ റേഡിയോ ഒരുക്കിയിട്ടുള്ള എന്റെ വായനശാല നിങ്ങൾ അവിടെയെങ്കിലും ചുറ്റുവട്ടത്തുള്ളവർക്കും ദൂരെയുള്ളവർക്കും ഒക്കെ ഒരു 5 കിലോമീറ്റർ ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ വരുന്നതിന് വലിയ പ്രയാസമൊന്നുമില്ല. ഇപ്പോൾ വാഹനമൊക്കെ ഉള്ളവരാണല്ലോ. നിങ്ങൾക്ക് ഇഷ്ടംപോലെ പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങൾക്കത് എടുത്തു കൊണ്ടുപോയി വായിക്കാം. നിങ്ങളുടെ കുട്ടികളെ വായിക്കാൻ പ്രേരിപ്പിക്കാം. വായന ഒരു വലിയ അറിവിൻ്റെ ലോകമാണ് നമുക്ക് മുമ്പിലേക്ക് തുറന്നു തരുന്നത്. വായനയിലൂടെ ലഭിക്കുന്ന അറിവ് അല്ലെങ്കിൽ അത്തരം സംഗതികളെക്കാൾ കൂടുതൽ ആ വായന രൂപപ്പെടുത്തുന്ന ഒരു ശീലമുണ്ട്. അതെ അതെ. നമ്മൾ ഒരിടത്ത് സ്വസ്ഥമായിട്ട് ഇരിക്കാനും നോക്കാനും പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ കുറിച്ചു വെക്കാനും. ഞാൻ വായിക്കുമ്പോൾ എപ്പോഴും ഈ ഫ്ലൈറ്റിലൊക്കെയാ പോകുമ്പോഴാണ് വായിക്കാനും ചിലപ്പോൾ സമയം കിട്ടുള്ളൂ. അപ്പോൾ വായിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ലൈൻസോ ഇഷ്ടപ്പെട്ട ഫിലോസഫിയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വരുന്നിടത്ത് ജസ്റ്റ് ഒരു കുത്തിട്ട് വെക്കും. എന്നിട്ട് അടുത്ത സമയത്ത് തന്നെ ആ ബുക്ക് നഷ്ടപ്പെടുന്നതിന് മുമ്പ് അതെവിടെങ്കിലും എഴുതി വെക്കും. അതെവിടെങ്കിലും എഴുതിയിട്ട് അടുത്ത ഒരു 48 മണിക്കൂറിനകം അതെവിടെങ്കിലും പ്രയോഗിക്കും. അതെ, പറയണം, മറ്റൊരാളോട് അത് പറയണം, എങ്കിൽ മാത്രമേ അത് ബൈഹാർട്ടായി ഇരിക്കുള്ളൂ. അതെ, വീഡിയോയിലോ പ്രസംഗത്തിലോ എവിടെയെങ്കിലും ആ സംഗതി പ്രയോഗിക്കും. അപ്പം അങ്ങനെ പ്രയോഗിച്ചാൽ തന്നെ ഒരു 150 എണ്ണം പ്രയോഗിച്ചാൽ ഒരു 50 എണ്ണയെ റീടൈൻ ചെയ്യും. ബാക്കി 100 എണ്ണം അങ്ങ് മറന്നു പോകും. ആവർത്തിക്കപ്പെടാം. വായനയിലൂടെ ഇപ്പം അല്ലാണ്ട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ക്ഷമാശീലം ഉണ്ടാവും, നല്ല ഒരു ജാഗ്രത ഉണ്ടാകും, നല്ലൊരു ആത്മാർത്ഥതയോടെ എല്ലാം സംഗ്രഹിക്കാനുള്ള ഒരു വ്യഗ്രത ഉണ്ടാകും. ഇതൊക്കെ ഒരു പോസിറ്റീവ് ഗുണം തന്നെയാണ് മനുഷ്യന്. നല്ലൊരു പ്രായത്തിൽ ഉണ്ടാകാതിരുന്ന 2 പേരാണ് ഞങ്ങൾ രണ്ടുപേരും. അങ്ങനെ പറയണം, ഇല്ലെങ്കിൽ എന്നെ മാത്രം കുറ്റം പറയും. അല്ല ഈ ഇന്റർവെല്ല് കിട്ടുമ്പോഴൊക്കെ ലൈബ്രറി എവിടെയാന്ന് പോകുന്നതിന് പോയത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്റർവെല്ലിന്റെ കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ AVHSന്റെ കിഴക്കേ സൈഡിൽ ഒരു 5 മിനിറ്റ് നിൽക്കേണ്ടി വന്നു വൈകുന്നേരത്ത്.
അപ്പോൾ ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ കൂടെ വന്നിട്ട് ചായ കുടിക്കുന്നതന്നെ. അപ്പോൾ ഞാൻ ആ കടകളൊക്കെ പരതി, അവിടെ ഉണ്ടായിരുന്ന അച്ചായൻ്റെ കടയൊക്കെ പരതി, മിഠായി കടയൊക്കെ. അപ്പം ഞാൻ എൻ്റെ അപ്പുറത്തെ ഇല്ല. അപ്പോൾ തൊട്ടപ്പുറത്തെ കടയിൽ എന്നെ ഒരു ഇക്ക കൊണ്ട് പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ പറഞ്ഞേ, ഇനി ഇപ്പുറത്തോട്ട് ഇതാ അല്ല കാണുന്ന മതിൽ ഇല്ല ഇത് കണ്ടോ ജനാല, അത് ഇഷ്ടംപോലെ തവണ ചാടിയിട്ടുണ്ട് ഞാൻ എന്ന് പറഞ്ഞു. അതിൻ്റെ നേരെ എതിർവശത്ത് രഘുനന്ദൻ ഓർക്കുന്നുണ്ട്, രണ്ട് മുള്ളുകമ്പിക്കിടയിലൂടെ നടന്നു കയറും, അതായത് അച്ചായന്റെ കടയുടെ നേരെ ഓപ്പോസിറ്റ് അതിലേ കൂടെ വരുമ്പോ അവിടെ മാങ്ങാവെള്ളം വിൽക്കുന്ന ഒരു കടയുണ്ട്. അന്നൊരു പ്രായമായ അച്ഛനും ഒരമ്മയുണ്ട്. മോളൊരു ചെറിയ മോളും ഉണ്ടായിരുന്നു. അവരിപ്പോ എവിടെയാന്ന് പോലും അറിയില്ല. പക്ഷെ അന്ന് ഈ കുറച്ചൊരു വൃത്തിയുള്ള മാങ്ങാവെള്ളവും കാര്യങ്ങളൊക്കെ അവിടെയായിരുന്നു. പിന്നെ കിഴക്കേ സൈഡ് ഓർത്തിട്ടുണ്ടോ? റോഡിന്റെ കിഴക്കേ സൈഡിൽ നമ്മളൊരു ഇന്റർവെൽ ടൈം ആകുമ്പോൾ എന്താണ് ഈ ഡാമിൽ നിന്ന് ചോർച്ച ഉണ്ടാവുന്ന പോലെ കുറേ ചോർച്ചകൾ ഉണ്ടാവും നീളത്തിൽ. ഓർക്കുന്നുണ്ട്. അതൊക്കെ ശരിക്കും രസമായിരുന്നു. ആ സമയത്തൊന്നും കഷ്ടപ്പാട് കൊണ്ടും വിശപ്പ് കൊണ്ടും വെപ്രാളം കൊണ്ടും വായിക്കാൻ പറ്റില്ല. അതല്ലേ. പക്ഷെ നിങ്ങൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. വായിക്കാൻ ഇഷ്ടംപോലെ കഴിക്കാനുള്ള സാധനം പ്രത്യേകം വീട്ടിൽ നിന്ന് നല്ലൊരു ശതമാനം പേർക്ക് 10 മണിക്കടി, 9 മണിക്കടി, കാറിക്കടി, ബസ്സിക്കടി, പിന്നെ കേറുമ്പോ കടി, ഇറങ്ങുമ്പോ കടി, എല്ലാം ഉണ്ട്. സ്നാക്സിന്റെ ബഹളല്ലേ. പക്ഷെ നിർഭാഗ്യവശാൽ ഇത് കടിക്കുന്നതനുസരിച്ച് പിള്ളേരുടെ കടി കൂടുന്നതല്ലാതെ കുറയുന്നില്ല. എന്നാൽ അതിന്റെ ഇടയിൽ ഈ പറഞ്ഞതുപോലെ വായനാശീലമുള്ള മക്കളുണ്ട്. ചില ഇംഗ്ലീഷ് പ്രോസുകളൊക്കെ എഴുതുന്ന, കവിതകൾ എഴുതുന്ന, മനോഹരമായി വായിക്കുന്ന അത്തരം മക്കളൊക്കെ ഉണ്ട്. ഇതിലൊരു കാര്യം പ്രധാനമായി നിങ്ങൾ ഓർത്തിരിക്കണം, വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസമാകട്ടെ, CBSE വിദ്യാഭ്യാസമാകട്ടെ, ICSE വിദ്യാഭ്യാസമാകട്ടെ, എവിടെ പഠിക്കുന്നു, എന്ത് ഗ്രേഡ് കിട്ടുന്നു എന്നുള്ളതിനെ അഭിമാനിക്കുന്നതിനേക്കാൾ ഉപരി എന്ത് സിന്തസിസ് ആണ്, എന്ത് ഒരു സൃഷ്ടിപരതയാണ് ഓരോ കുഞ്ഞിലും സംഭവിക്കുന്നത് എന്നുള്ളത് ഓരോരുത്തർ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഭാഷയുടെ കാര്യത്തിലായാലും പിന്നെ മൂല്യങ്ങളുടെ കാര്യത്തിലായാലും ചിന്തകളുടെ കാര്യത്തിലായാലും ഇന്നോവേറ്റീവ്സിൻ്റെ കാര്യത്തിലായാലും എന്തെങ്കിലും എന്താ പറയുന്നത് പുതുമയുള്ള സംഗതികൾ ഇങ്ങനെ ചെയ്തെടുക്കുന്ന അത്തരം ഭാവങ്ങളിലൊക്കെ ആയാലും അത്തരം ചിന്തകളാണ് കൂടുതൽ ഓർത്തിരിക്കേണ്ടത്. അതോടെയാണ് ഈ ബഷീർ ഈ പറഞ്ഞതുപോലെ വലിയ ഇൻ്റർനാഷണൽ സ്കൂളുകളിലൊന്നും പഠിക്കാതെ പിന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള സംഗതികളൊന്നും ചെയ്യാതെ ഇട്ട് വട്ടം കറക്കി കളഞ്ഞു. വട്ടം കറക്കിയത് മാത്രമല്ല, അതൊരു കാലത്ത് മാത്രമല്ല, കാലം ഇത്രയും കഴിഞ്ഞിട്ടും ഇനിയും വട്ടം കറക്കിക്കൊണ്ടേയിരിക്കുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. അതാണ് അദ്ദേഹത്തിന്റെ കൃതികളുടെ പ്രത്യേകത. ഇപ്പോഴും ഞാൻ ഈ ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ കണ്ടു സമഗ്രകൃതിയുടെ പുനഃപ്രസിദ്ധീകരണം എന്നും പറഞ്ഞിട്ട് ആ കൃതികളെല്ലാം കൂടെ ചേർത്ത് പ്രസിദ്ധീകരിക്കുന്നു. ഒരുപക്ഷെ വൈക്കം മുഹമ്മദ് ബഷീർ പോലും എഴുതിയപ്പോഴോ പിന്നീടോ ഒന്നും ഓർത്തിട്ട് കാണൂല ഇത്രയും വലിയൊരു എന്താ പറയുക വ്യത്യസ്ത ഭാഷകളിലേക്ക് ഒരു കേരളത്തിലെ ഒരു മലയാളി എഴുത്തുകാരൻ്റെ ചെറുകഥാകൃത്തിൻ്റെ ചെറുകഥകൾ ലോകത്തെ ഏറ്റവും കൂടുതൽ അന്യഭാഷകളിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിന് എന്ത് ലിറ്ററേച്ചറുണ്ട്, എന്ത് ഫിലോസഫി ഉണ്ട്. ഇപ്പോൾ കേശവൻ നായർ സാറാമ്മയ്ക്ക് അങ്ങ് പറയേണ്ടത് അങ്ങ് പറഞ്ഞത്, അന്നേരം കേശവൻ നായർക്ക് ചോദിച്ചത് എന്താണോ അത് സാറാമ്മയോട് അങ്ങ് പറഞ്ഞത്. അതിൽ പ്രത്യേകിച്ച് ഭാഷാപരമായ അടുക്കും ചിട്ടയും ഒഴുക്കും ഒന്നും ചെയ്തില്ല. നീ എന്താണ് ഗാഢമായി ചിന്തിക്കുന്നതെന്നാണ് ചോദിച്ചത്. അല്ലാതെ അതില് പൈങ്കിളി സാഹിത്യങ്ങളൊന്നുമില്ല. വളരെ ശരിക്കും ഹൃദ്യമായിട്ടാണ് മലയാളത്തിൽ ബഷീറിന് മാത്രം കഴിയുന്ന അല്ല അദ്ദേഹത്തിന്റെ കൃതികളിൽ പരാമർശിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ മുറ്റത്തുണ്ടായിരുന്ന മാങ്കോസ്റ്റീൻ മരം പോലും ഇന്നും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്. കാരണം അത് അത്ര ഹൃദ്യമായി അദ്ദേഹത്തിന് ഓരോ കഥാപാത്രത്തെയും നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു കഥാപാത്രവും നമുക്ക് അതിഭാവുകത്വം തോന്നിയ കഥാപാത്രങ്ങളല്ല. അപ്പൊ ആ കഥാപാത്രങ്ങൾ നമ്മൾ ഇഷ്ടപ്പെട്ടതെല്ലാം അത്ര ലളിതമായിട്ടായിരുന്നു അദ്ദേഹം എഴുതി വെച്ചിരുന്നത് എന്നുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തുറന്നെഴുത്തിന്റെ ഒരു കലാകാരനാണ് അല്ലെ എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്നല്ല എൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞാണ്. കാരണം എന്തും എഴുതാൻ അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല, ഒരു മറയും ഉണ്ടായിരുന്നില്ല. അതിന് സാഹിത്യത്തിന്റെ ആന്തോളന ഹിന്ദോളനങ്ങളുടെ സംമോഹനങ്ങളുടെ പ്രണയാതുരമായി കേശവൻ നായർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഗാഢമായി ചിന്തിച്ചിട്ട് മധുരോദാരമായി ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മ. അത് സംഭവത്തിനകത്ത് രണ്ടിടത്തുണ്ട്. അതായത് എങ്ങനെ ചിന്തിച്ചാലും ശരി ഉത്തരം വരുമ്പോൾ എനിക്ക് പോസിറ്റീവായി വിട്ടുള്ള ഉത്തരം കിട്ടാൻ ഗാഢമായി ചിന്തിക്കുകയും വേണമെന്ന് എടുത്തു ചാടി ആലോചിക്കാതെ ഒന്നും ചെയ്യണ്ട, കേശവൻ നായരെ പ്രണയിക്കണം, നിർബന്ധമായി പ്രണയിച്ചേ പറ്റുമെന്നും സാറാമ്മയോട് പറയുന്നില്ല. പക്ഷെ അത് വളരെ ഗാഢമായി വരുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും. സാറാമ്മ ചിന്തിച്ചോളൂ. അപ്പൊ അത് അങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ ഞാൻ പോയി കണ്ടിരുന്നു. അതിന്റെ ഒരു റിഹേഴ്സൽ സംഗതിയിൽ കണ്ടിരുന്നു. വളരെ മനോഹരമായ ഒരു നാടകമാണ്. ശരിക്കും പുതിയ തലമുറയിലെ കുട്ടികൾ
ഈ നമ്മളൊക്കെ വായിച്ചിട്ട് ഞാനപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒറ്റക്കണ്ണം പോക്കറയൊക്കെ എനിക്ക് ഓർമ്മ വന്നു. മറ്റേതെല്ലാരെയും അങ്ങനെയാണല്ലോ, ബീഡി മുത്താപ്പ. ബീഡി മുത്താപ്പ ഈ എല്ലാരെയും ബീഡി വലിക്കാൻ പഠിപ്പിക്കുന്നോണ്ടാ ബീഡി മുത്താപ്പ എന്ന് പേര് കിട്ടി. അപ്പൊ പുള്ളി നിന്ന് വലിക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ശരിക്കും നമ്മുടെയൊക്കെ പ്രായത്തില് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒന്നും പ്രായത്തിൽ ഈ ബഷീറിനെ അങ്ങനെ അങ്ങോട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇപ്പം ഈ പ്രോസൊക്കെ എടുത്തു പോയ അല്ലെങ്കിൽ ഈ സാഹിത്യം മലയാള സാഹിത്യമൊക്കെ എടുത്തു പോയ ചില ഈ ഉയർന്ന ഡിഗ്രിയിലേക്കൊക്കെ പോയപ്പോൾ അവിടെ ചില പിന്നെ ഇപ്പം എന്താ പറയുന്നത് ചില ഈ മാധവൻ എന്ന് പറയുന്ന ചില അധ്യാപകരുണ്ടായിരുന്നു പണ്ട് ഇന്ദുലേഖ പഠിപ്പിച്ച. എല്ലാവരും മാധവൻ എന്നായിരുന്നു വിളിപ്പിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അതിലിങ്ങനെ അലിഞ്ഞു ചേർന്ന് പഠിപ്പിക്കുന്ന ഒരു ഭാവം ഉണ്ടല്ലോ. അങ്ങനെയൊന്നുമുള്ള പിന്നെ സംഗതിയും പഠനവും ഒന്നും നമ്മുടെ കാലത്ത് നമുക്ക് കിട്ടിയിട്ടില്ല. ആ ഭാവത്തിൽ പഠിക്കാനും ആ ഭാവത്തിൽ കേൾക്കാനും ഒന്നും പറ്റിയിട്ടില്ല. നമ്മളിത് വായിച്ചപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് സഖാവ് മൂർഖനും ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ ദൈനംദിനം കൈകാര്യം ചെയ്യുന്ന ആളുകളെ ഇങ്ങനെയൊക്കെ ബഷീർ വിളിക്കുന്നല്ലോ എന്ന ചിന്തയാണ് വന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, നന്നായി അതൊക്കെ പഠിപ്പിക്കുന്ന അവതരിപ്പിക്കുന്ന. ഇത്ര കാലത്തിന് മുമ്പേ അങ്ങനെ ചിന്തിച്ചു എങ്കിലും ഇപ്പോഴും അത്തരം സാധനങ്ങൾക്കൊക്കെ അതേ ഭാവം തന്നെയാണെന്നുള്ളത് മറക്കരുത്. അതെ, എപ്പോഴും എല്ലാവരും ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ പറയുമല്ലോ ഒന്നും ഉമ്മണി വലിയ ഒന്നെന്ന്. അത് കറക്റ്റ് അല്ലേ? അല്ല, അത് വൈക്കം മുഹമ്മദ് ബഷീർ പറയുമ്പോൾ ശരിയല്ലേ, ഒരൊന്നിന്റെ പുറത്തോട്ട് വേറൊന്ന് കയറി വെക്കുമ്പോൾ മറ്റേ ഒന്നിനേക്കാൾ ഒന്നുകൂടി ഉമ്മണി വലിയൊരൊന്നായിട്ട് അതങ്ങ് മാറും. അത് സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ കുട്ടികളൊക്കെ ഈ മൊബൈൽ ഫോണിന്റെ ആദ്യ വേർഷനിലൊക്കെ പാമ്പ് മുട്ട വിഴുങ്ങുന്ന കളിയുണ്ടായിരുന്നു. ഇങ്ങനെ പോയി മുട്ട വിഴുങ്ങുമ്പോൾ അതിന് നീളം കൂടുന്ന ഒന്നിന് നീളം കൂടുന്ന ഒരു സംഗതിയാണ് ജീവിതം. എപ്പോഴും എല്ലാവരും ജീവിതത്തിൽ പറയും ജീവിതത്തിൽ ഒന്നും രണ്ടല്ല എന്ന് പറയുമ്പോൾ അത് എത്രയോ നാൾ മുമ്പ് ഒന്നും ഇമ്മിണി വലിയ ഒന്നാണെന്ന് ബഷീർ പറഞ്ഞിട്ട് പോയി. അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ ബഷീറിന്റെ കൃതിയിലേക്ക് നോക്കിയാൽ അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി ആഴത്തിലും ഗൗരവമായും ഇപ്പോൾ മലയാളം സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞൂടെ. ശരിക്കും ബഷീരിയൻ സാഹിത്യത്തിലൊക്കെ PhD പിന്നെ ചെയ്താൽ ഡോക്ടറേറ്റിനുള്ള തിയറിയൊക്കെ പിന്നെ നമ്മൾ ഗവേഷണാത്മകമായി ചിന്തിച്ചാൽ ബഷീറിൻ്റെ കൃതികളിലൂടെ കടന്നുപോയ വർത്തമാന കാലഘട്ടത്തിൽ പോലും പ്രസക്തമായ ഫിലോസഫീസ് എത്ര എണ്ണം ഉണ്ടാവുമെന്നറിയാം. എത്ര എണ്ണം ജീവിതത്തെക്കുറിച്ച്, സാമ്പത്തികത്തെക്കുറിച്ച്, സാമൂഹ്യ ക്രമത്തെക്കുറിച്ച്, പരിസ്ഥിതിയെ കൂടി ചേർത്ത് പിടിക്കുന്ന ഒരുപാട് കവിതകളും കഥകളും മറ്റേതുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ആ ചുറ്റുപാടുകളെ ചേർത്ത് പിടിക്കുന്ന ഒരു സംഗതി. പിന്നെ പാത്തുമ്മയും ആടും നോട്ട് പുസ്തകവും എല്ലാം കൂടെ ചേർത്ത് വെക്കുന്ന രീതി സമഗ്രതയും ആനയുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ചേരുന്ന ഒരു അത് ഒരിക്കൽ KPSC നാടകമായി കളിച്ചിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. നല്ല നാടകമായിരുന്നു. അതിന് അന്ന് സംസ്ഥാന അവാർഡൊക്കെ ലഭിച്ചിട്ടുള്ള നാടകമായിരുന്നു. അപ്പോൾ അങ്ങനെ ബഷീറിയൻ കൃതികളുടെ ഒരു പ്രത്യേകത, ഒപ്പം വായന ശീലമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളെക്കുറിച്ചും അതിൻ്റെ ഒരു സംഗ്രഹത്തെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം കേട്ടോ. വെറുതെ ബഷീറിയൻ കഥകൾ മാത്രമല്ല, ഇനിയിപ്പോൾ ഞങ്ങൾ ബഷീറിനെ വായിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അഭിപ്രായം പറയാനില്ല എന്ന് വിചാരിക്കരുത്. നേരത്തെ പറഞ്ഞ മോള് പറഞ്ഞതുപോലെ നിങ്ങൾ വായിച്ചിട്ടുള്ള പുസ്തകത്തെക്കുറിച്ച് അത് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഭവം എത്രത്തോളം വലുതാണ്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നൽകിയ പാഠം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചും നമ്മൾ ഓരോ പുസ്തകം വായിക്കുമ്പോഴും അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവില്ലേ, വെറുതെ വായിച്ച് തള്ളലല്ലോ. അതിലൊരു ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ട്. അതെ. എനിക്ക് ഈ നോവൽ ഒന്നും എനിക്ക് ഇഷ്ടമുള്ള ആളല്ല. ഞാൻ അധികവും വായിക്കുന്നത് ഫിലോസഫിക്കലായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇന്റർപ്രിട്ടേഷൻസാണ് കൂടുതൽ. എനിക്കിഷ്ടപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ ഒരുപാട് പേരുണ്ടെങ്കിലും പൗലോ കൊയ്ലോ ആണ് എൻ്റെ ഒരു. അത് എനിക്ക് തോന്നുന്നു വേൾഡ് വൈഡ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള പൗലോ കൊയ്ലോ തന്നെയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ആൽക്കെമിസ്റ്റ് പോലെയൊക്കെയുള്ള പുസ്തകങ്ങളും ബ്രിഡ പോലെയുള്ള പുസ്തകങ്ങൾ, ഞാൻ അദ്ദേഹത്തിൻ്റെ 3 പുസ്തകങ്ങളാണ് വായിച്ചിട്ടുള്ളത്. അപ്പോൾ 3 പുസ്തകങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളൂ, അത് വായിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ഈ പറഞ്ഞതുപോലെ അങ്ങനെ ആയിത്തീരണം. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ വായിച്ച് തീർന്നിട്ടുള്ള പുസ്തകങ്ങളോ ഉണ്ടെങ്കിൽ അത് എൻ്റെ വായനശാലയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിളിച്ചു പറഞ്ഞാലും നമ്മൾ വന്ന് ശേഖരിച്ചോളാം. അതെ, അതൊരു സേവനമായിരിക്കും കേട്ടോ, നല്ല സേവനമായിരിക്കും. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബഷീറിൻ്റെ സ്വന്തം അനുഭവം. അതായത് 1.25 അണയ്ക്ക് ഒരു പുസ്തകം വിറ്റാൽ ഊണ് കിട്ടുന്ന കാലം. എന്നാൽ പിന്നെ പുസ്തകത്തിന് 1.25 അണ വിലയങ്ങ് നിശ്ചയിക്കുന്നു. കാര്യം എങ്ങനെയായാലും ഊണ് തരപ്പെടണമല്ലോ. അങ്ങനെ കടകളും വീടുകളും കയറി ഇറങ്ങി പുസ്തകം വിൽക്കുന്നു, 1.25 അണ വാങ്ങുന്നു. അപ്പം തന്നെ ഊണിനുള്ള കാര്യം പൈസ കിട്ടിയല്ലോ എന്ന് സന്തോഷിക്കുന്നു. അതിനുശേഷം അവിടെ തന്നെ നിൽക്കുന്നു. ആ പുസ്തകം 5-6 മിനിറ്റ് കൊണ്ട് അവർക്ക് വായിച്ച് തീരാൻ കഴിയും. തീർന്നു കഴിയുമ്പോൾ അവരോട് ചോദിക്കും, എന്നാൽ പിന്നെ അതിന് തന്നേക്കുമെന്ന്. വായിച്ച് തീർന്നാൽ പിന്നെ ആരും പുസ്തകം വെക്കില്ലല്ലോ. അപ്പോൾ അതായി പുസ്തകം തിരിച്ച് കിട്ടും, അടുത്തടുത്ത് കൊണ്ടുപോയി. ഇങ്ങനെ 8-9 എടുത്തൊരു പുസ്തകം വിറ്റിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വായന ഒരു വലിയ
അറിവാണ്, ഒരു ലോകത്തിൻ്റെ വിശ്വജാലകമാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് തുറക്കുന്നത്. അക്കാര്യത്തിൽ നിങ്ങൾ ഒട്ടും മടി വിചാരിക്കരുത്. ഈ എനിക്ക് രഘുനന്ദൻ പറഞ്ഞതിനകത്തൊരു കാര്യമുള്ളത്, ഓക്കെ വിശ്വജാലകമാണ് തുറക്കുന്നത്, യഥാർത്ഥത്തിൽ ഈ വിശ്വജാലകം തുറന്നില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളിലേക്കുള്ള നിങ്ങളുടെ ഇരുട്ട് മാറാൻ, നിങ്ങളുടെ ചിന്തകളുടെ ഒരു ഇരുട്ട് മാറാൻ, നിങ്ങളുടെ ചിന്തകളുടെ ഒരു നെഗറ്റിവിറ്റി മാറാൻ, നിങ്ങളെ തന്നെ നിങ്ങൾക്കൊന്ന് കാണാൻ കഴിയുന്ന ഒരു 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 ജനൽ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമ്മുടെ ഉള്ളിലെ വിശ്വജാലകം തുറക്കുക. ഇതിപ്പോ പുറത്തുള്ള വിശ്വജാലകം തുറക്കാനുള്ള അത്രയും സാധനങ്ങളൊന്നും ഇതിൽ കിട്ടില്ല. നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ തിരിച്ചറിയാൻ, നമ്മളെ കാണാനുള്ള, നമ്മളെന്ന മനുഷ്യനെ മനസ്സിലാക്കാനുള്ള, ആ ഭാവങ്ങളെ ഒന്ന് വായിച്ചെടുക്കാനുള്ള, അങ്ങനെയൊന്നായി തീരാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി കൂടി വേണം വായനയെ നിങ്ങൾ കാണാൻ, വായനയെ പ്രോത്സാഹിപ്പിക്കാൻ.